ഹലോ എവരി വൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തന്നെ നമ്മൾ വരാൻ പോകുന്ന അഗ്രികൾച്ചർ ഗ്രേഡ് 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർ എന്തായാലും POP സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം POPയിലെ ഫസ്റ്റ് ക്രോപ്പായ നമ്മുടെയൊക്കെ കേരള PSCയുടെ അഗ്രികൾച്ചർ എക്സാമിൻ്റെ ബേസായ റൈസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം റൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് റൈസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പറയാം, ഒറൈസ സറ്റേവ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് വരുന്നത്, ഒറിജിൻ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്രോമസോം നമ്പർ 2n=24 ആണ്. കേരളത്തിൽ മെയിനായിട്ടും റൈസിന് 3 സീസണാണുള്ളത്: വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഇതിൻ്റെയൊക്കെ ടൈമോടെ ഓർത്തിരിക്കണം. ഏതൊക്കെ സീസണുകളിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇടുന്നതെന്ന് ഓർത്തിരിക്കണം. പിന്നെ കുട്ടനാട് റീജിയൻ എല്ലാവരും നോക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്, കുട്ടനാട് റീജിയൻ്റെ ക്രോപ്പിംഗ് സിസ്റ്റങ്ങളൊക്കെ. പിന്നെ നമ്മൾ റൈസിനെ പറ്റി ഓർത്തിരിക്കുകയാണെങ്കിൽ റൈസിനത് 2n=24 ആണ്. നമ്മുടെ ക്രോമസോം നമ്പർ 24 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒറൈസ ഗ്ലാമറിമയുണ്ട്, ഒറൈസ സറ്റേവയുണ്ട്. ഒറൈസ സറ്റേവ ഏഷ്യൻ റൈസും ഗ്ലാമറിമ വരുന്നത് ആഫ്രിക്കൻ റൈസും ആണെന്ന് ഓർത്തിരിക്കണം. ഒറൈസ സറ്റേവ ഇതിനെ 3ആയിട്ട് പിരിച്ചിട്ടുണ്ട്: ഇൻഡിക്ക, ജപ്പോണിക്ക, ജാവനിക്ക. ഇൻഡിക്ക ആണെങ്കിൽ ഇന്ത്യൻ റൈസ്, ജപ്പോണിക്ക പേര് തന്നെ ഉണ്ട് ജപ്പാൻ റൈസ്, ജാവോണിക്ക ഇന്തോനേഷ്യ റൈസ്. ഓക്കെ, ഇനി ഷള്ള്, ഹള്ള് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. അതുപോലെ പാർബോയിലിങ്ങിൻ്റെ പെർസെൻറ്റേജ്, ഓയിൽ കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ്. റൈസിൽ ഏത് ടൈപ്പിലുള്ള പ്രോട്ടീൻ ആണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറൈസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് റൈസ് IR8 ആരാണ്? നമ്മുടെ മിറാക്കിൾ റൈസ് ഓഫ് വേൾഡ് അതല്ലേ, മിറാക്കിൾ റൈസ് ആണ് IR8 വേൾഡിലെ തന്നെ മിറാക്കിൾ റൈസ് ആണ്. ഈ ഇന്ത്യയിൽ വരുവാണെങ്കിൽ അത് ജയ ആണ്. മിറാക്കിൾ റൈസിൻ്റെ ക്രോസിങ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ DG വൂജനും പെറ്റയുമാണ് ക്രോസ് ചെയ്യുക. കറക്റ്റായിട്ട് ആ പേര് എഴുതുമ്പോൾ DG വൂജൻ പെറ്റ തന്നെ എഴുതണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുപോലെ തന്നെ ജയയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മിറാക്കിൾ റൈസ് ആണ് ജയ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന റൈസ് വെറൈറ്റി ഉമയാണ്. ഏത് റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്ത വെറൈറ്റി ആണെന്ന് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് വാട്ടർ ലോഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെറൈറ്റി ഏതാണ്, ഇല്ലെങ്കിൽ സറൈൻ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്ന റൈസിൻ്റെ വെറൈറ്റി ഏതാണ്, പിന്നെ ഡ്രൗട്ട് കണ്ടീഷനിലുള്ളത് ഏതാണ്, ഫസ്റ്റ് മ്യൂട്ടൻ്റ് വെറൈറ്റി ജഗന്നാഥ് അല്ലേ, ഫസ്റ്റ് മ്യൂട്ടൻ്റ് വെറൈറ്റി ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. എപ്പോഴും മസ്റ്റായിട്ട് ഒരു അഗ്രി അസിസ്റ്റൻ്റ് എന്നൊക്കെ ഉള്ള ലെവലിൽ റൈസിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാവുന്നതാണ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻഡമോളജി പത്തോളജി സെക്ഷൻ വരുമ്പോൾ ഡിസീസും പെസ്റ്റുകളും. എപ്പോഴും കഴിഞ്ഞ 2024 ഇപ്പം നടന്ന പ്രീവിയസ് എക്സാമിന് പോലും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് റൈസിൻ്റെ പെസ്റ്റും ഡിസീസസും ഒക്കെ. മസ്റ്റായിട്ടും അത് കുറച്ച് പഠിക്കാൻ പാടാണ് സയൻറ്റിഫിക് നെയിമൊക്കെ, പക്ഷേ എഴുതിയൊക്കെ പഠിച്ച് അത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകുക. ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരണം, ആ ഒരു രീതിയിൽ ആക്കിയിട്ട് തന്നെ പോകുക. അപ്പം നമുക്ക് ഇന്നത്തെ റൈസിൻ്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ടിലേക്ക് കടക്കാം. ഒന്നാമത്തെ MCQയിലേക്ക് കടക്കാം. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആണ്: ദ കെർസക് ഒക്കേഴ്സ് ഇൻ ഏർലി സ്റ്റേജ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഓഫ് റൈസ്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ കെർസക് എന്ന് പറഞ്ഞ ഡിസീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആണ് BLB, പിന്നെ ബാക്ടീരിയൽ ലീഫ് സ്ട്രൈക്ക്, ഫാൾസ് മട്ട്, ടുങ്ക്രോ വൈറസ്. നമ്മളെല്ലാവരും, അതായത് ഒരു കെർസക് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് നമ്മുടെ POPയിൽ എടുത്ത് തന്നെ പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് തന്നെ പോകുക. ഇപ്പം ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ എല്ലാവരും POPയും കൂടെ തുറന്നു വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടും കേട്ടും കൂടെ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഓർമ്മ നിൽക്കാനുള്ള പവർ കിട്ടും. അപ്പം കെർസക് ഡിസീസ് എന്ന് പറയുന്നത് BLB ആണെന്ന് ഓർത്തിരിക്കുക. BLB ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ MCQ2, ടുങ്ക്രോ വൈറസ് അല്ലേ. ഇത് സ്ഥിരം നമ്മുടെ ഒരു കേരള PSCയുടെ അഗ്രികൾച്ചർ എക്സാം തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ റൈസിനകത്ത് വരുന്ന ഡിസീസാണ് ടുങ്ക്രോ ഡിസീസും. അതുപോലെ ക്വസ്റ്റ്യനുമാണ് ടുങ്ക്രോ വൈറസ് ഓഫ് റൈസ്. ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒരു വൈറസ് ഡിസീസാണ് ടുങ്ക്രോ, ഒരു വൈറസ് ഡിസീസാണ്. അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഗ്രീൻ ലീഫ് ഹോപ്പർ ആണ്. ആരാണ്? ഗ്രീൻ ലീഫ് ഹോപ്പർ. ചിലപ്പം എക്സാമിന് GLH എന്ന് മാത്രമേ കാണത്തുള്ളൂ, അത് ഗ്രീൻ ലീഫ് ഹോപ്പർ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഡെഡ് ഹാർട്ട്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ നമ്മുടെ സോയിൽ സർവേയുടെ ഇപ്പം January 4 കഴിഞ്ഞൊരു ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ്. പക്ഷേ അതിനകത്ത് ചോദിച്ചത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ആയിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം ഡെഡ് ഹാർട്ട് ആൻഡ് വൈറ്റ് ഹെഡ് ഡാമേജ് ഓഫ് റൈസ്. ഡെഡ് ഹാർട്ട് ആൻഡ് വൈറ്റ് ഹെഡ് ഡാമേജ് ഓഫ് റൈസ്. അപ്പം ആരാണ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം ഡെഡ് ഹാർട്ട് സിംറ്റം അല്ലെങ്കിൽ വൈറ്റ് ഹെഡ് സിംറ്റം ഏത് ഡിസീസിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം ബോറർ ആണ്. ഏതിലാണ്? സ്റ്റെം ബോറർ. അപ്പം ഡെഡ് ഹാർട്ടും വൈറ്റ് ഹെഡും. അപ്പം ഡെഡ് ഹാർട്ട് ഡെഡ് അങ്ങനെ ഓർത്തിരിക്കുക. ഹാർട്ട് ഡെഡായി പോകുന്നു, ഹെഡ് എന്തായി പോകുന്നു? ഡാമേജ് ആയി പോകുന്നു. ഏതിലാണ്? സ്റ്റെം ബോറർ വരുമ്പോൾ.
അപ്പോൾ ഒരു പ്ലാന്റിനെ മൊത്തത്തിൽ നശിപ്പിച്ച ആൾ, അവൻ്റെ ഹാർട്ടും പോയി അവൻ്റെ ഹെഡും പോയി. അപ്പം ടെമ്പോററി വരുമ്പോഴാണ് ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സിൽവറി ഷൂട്ട് അല്ലെങ്കിൽ ഒനിയൻ ലീഫ് സിംറ്റം അല്ലേ? സിൽവർ ഷൂട്ട് സിംറ്റം അല്ലെങ്കിൽ എന്താണ് ഒനിയൻ ലീഫ് സിംറ്റം ഒക്കെ ഏത് ഡിസീസിലാണെന്ന് ചോദിക്കാൻ വരാം. ഇതും കഴിഞ്ഞ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവൻ്റെ ആൻസർ വരുന്നത് ഗാൾമിഡ്ജ് ആയിരുന്നു. പക്ഷേ അതിനകത്ത് ഗാൾമിഡ്ജ് എന്ന് ചോദിക്കാതെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ആയിരുന്നു ചോദിച്ചത്. അപ്പം ഗാൾമിഡ്ജ് അതൊരു POPയുടെ ഒരു റൈറ്റ് സൈഡിൽ ഗാൾമിഡ്ജ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിച്ചിരിക്കണം. അതുപോലെ ഗാൾമിഡ്ജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു 3 റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഉപ്പ് എന്ന് പഠിച്ചേക്കാം. എന്താണ് ഉപ്പ്? ഉമ പവിത്ര പഞ്ചമി. എന്താണ് ഉമ പവിത്ര പഞ്ചമി? ഈ ഉപ്പ് എന്ന വാക്ക് ഓർത്തിരിക്കുക. അപ്പം ഗാൾമിഡ്ജ് സിൽവർ ഷൂട്ട് ആണ്. അതുപോലെ ഒറിസോളിയ ഒറേസ എന്നങ്ങണ്ട, ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത്. പിന്നെ അതിൻ്റെ വെറൈറ്റീസ് 3 വെറൈറ്റീസ് ഉണ്ട്. ഏതാണ്? ഉപ്പ് ഉപ്പ് എന്ന് ഓർത്തിരിക്കുക. ഉമ പവിത്ര പഞ്ചമി. ഉമ പവിത്ര പഞ്ചമി ഉപ്പ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗ്രാസി സ്റ്റണ്ട് വൈറസ് ഡിസീസ് റൈസ്. അപ്പം ഡിസീസിന് ഒരു ഗ്രാസി സ്റ്റണ്ട് എന്ന് പറയുന്ന ഒരു വൈറസ് ഡിസീസ് ഉണ്ട് നമ്മുടെ റൈസിനകത്ത്. അപ്പം നമ്മൾ മുമ്പ് ഒരു റൈസ് ഡിസീസ് പഠിച്ചു. ഏതായിരുന്നു പഠിച്ചത്? ടുങ്ക്രോ വൈറസ് അല്ലേ? ടുങ്ക്രോ വൈറസ് വന്നപ്പം വൈറസിൻ്റെ കേസിൽ നമ്മൾ 2 വൈറസാണ് ഇതിനകത്ത് പഠിക്കുക, മെയിനായിട്ട് പഠിക്കുന്നത്. ഒന്നാമത്തെ ടുങ്ക്രോ വൈറസും രണ്ടാമത്തത് വരുന്നതാണ് ഏതാണ്? ഗ്രാസി സ്റ്റണ്ട്. ടുങ്ക്രോ വൈറസ് ഗ്രീൻ ലീഫ് ഹോപ്പർ ആണ് നമ്മൾ പഠിച്ചു. ഇനി ഗ്രാസി സ്റ്റണ്ട് വൈറസിൻ്റെ കേസിൽ വരുന്നത് വൈറ്റ് ഫ്ലൈ ആണ്. മറക്കാതിരിക്കുക, വൈറ്റ് ഫ്ലൈ ആണ് ഏതിൻ്റെ കേസിൽ വരുന്നത്? ഗ്രാസി സ്റ്റണ്ടിൻ്റെ കേസിൽ വരിക. ടുങ്ക്രോ വന്നപ്പോൾ അവിടെ ഗ്രീൻ ലീഫ് ഹോപ്പേഴ്സായി. അതുപോലെ തന്നെ ഗ്രാസി സ്റ്റണ്ട് വന്നപ്പോൾ അവിടെ ആരോ ആയി? വൈറ്റ് ഫ്ലൈയും ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു JRFൻ്റെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് സ്ഥിരം ചോദിച്ച ക്വസ്റ്റ്യൻ ഗൂന്തി ബഗ്. അപ്പം ഗൂന്തി ബഗ് അതൊരു ബഗ്ഗാണ്. ഒരു ബഗ് ഇനത്തിൽ വരുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഗൂന്തി ബഗ് എന്ന് പറയുന്നത്. ഇത് ആ പ്ലാന്റിൻ്റെ ഏത് ടൈമിലാണ്, ഏത് സമയത്താണ് ആ ഒരു റൈസ് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലുറയ്ക്കുക എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ മലയാളത്തിൽ പറയും. മിൽക്കിംഗ് സ്റ്റേജ് അല്ലേ? നമ്മൾ ഒരു നാണയം അല്ലെങ്കിൽ ഒരു സ്പൈക്ലെറ്റ് എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ അമക്കുമ്പം നമ്മുടെ കയ്യിൽ ഒരു മിൽക്ക് പോലത്തെ ഒരു സാധനം വരും. അത് ഉറഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കുന്ന ചോറായിട്ട് മാറുന്നത്. അപ്പം ആ ഒരു മിൽക്കിങ്ങിൻ്റെ സ്റ്റേജിലാണ് ഏത് ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്? ഗൂന്തി ബഗ് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈസിൻ്റെ വെയിറ്റ് എത്ര എന്നാണ്? ടെസ്റ്റ് വെയിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. അറിയാത്തവർ പോയിരുന്നു പഠിച്ചിട്ട് തന്നെ പോകാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ടെസ്റ്റ് വെയിറ്റ് ഓഫ് ബസ്മതി റൈസ്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വെറൈറ്റിയിലും 24 ഗ്രാമാണ് ടെസ്റ്റ് വെയിറ്റ് വരിക. 24. അപ്പോൾ റൈസിൽ നിന്ന് മാത്രം വെച്ച് നമുക്ക് 24 എന്ന് എഴുതാം. പക്ഷേ ബസ്മതി റൈസ് എന്നവർ എടുത്ത് ചോദിച്ചുകൊണ്ട് ബസ്മതി റൈസിന് മാത്രം ടെസ്റ്റ് വെയിറ്റ് വരുന്നത് 21 ഗ്രാം ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഏതാണ്? ബാക്കി എല്ലാ റൈസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെസ്റ്റ് വെയിറ്റ് വരുന്ന 24 ഗ്രാമും ബസ്മതി റൈസിന് മാത്രം 21 ഗ്രാമുമാണ് ടെസ്റ്റ് വെയിറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒറേസ സറ്റേവ. നമ്മൾ പറഞ്ഞല്ലേ ഒറേസ സറ്റേവയുടെ ക്രോമസോം നമ്പർ നമ്മൾ പറഞ്ഞു. എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു ഡിപ്ലോയിഡ് സ്പീഷീസ് ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഒറേസ സറ്റേവ വരുന്ന ഒരു ഡിപ്ലോയിഡ് സ്പീഷീസ് ആണ്. 2n = 24 ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ നമ്മുടെ കുറച്ച് വെറൈറ്റി ഒക്കെ ഡാർക്ക് വെറൈറ്റീസ് ഒക്കെ റൈസിന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് വെറൈറ്റീസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടില്ലേ ഫീൽഡിൽ അല്ലെങ്കിൽ വയലിൽ എന്താണ് നെല്ല് മൊത്തത്തിൽ മറിഞ്ഞു കിടക്കുന്നതല്ലേ? അത് നീളം കൂടുതലുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ലോഞ്ചിങ് റിമൂവ് ആക്കാൻ അല്ലെങ്കിൽ ലോഞ്ചിങ് തടയാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് വെറൈറ്റീസ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? റിലീസ് ചെയ്തേക്കുന്നത്. അപ്പം ഡാർക്ക് വെറൈറ്റിക്ക് നമ്മളൊരു നമ്മൾ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ് നമ്മൾ ജീൻ ആപ്ലിക്കേഷനും മ്യൂട്ടേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ജീന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഡാർഫിങ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ വളർച്ച കൊരടിച്ച് അല്ലെങ്കിൽ വലിയ നീളം വെക്കാത്തത്. അത് ഏത് ജീനാണ്? റൈസിൽ ചോദിച്ചു കഴിഞ്ഞാൽ DG ബൂജൻ എന്ന് പറയുന്ന പേര് പോലെ DG ബൂജൻ എന്ന് പറയുന്ന ജീനാണ് റൈസിൻ്റെ ഡാർഫിന് കാരണം. അപ്പം നോറിൻ 10 വരുന്നത് വീറ്റിലാണെന്ന് ഓർത്തിരിക്കുക. നോറിൻ 10 വരുന്നത് വീറ്റിലാണ്. ഒപ്പേക്ക് 2 വരുന്നത്
മെയ്സിലാണെന്നും ഓർത്തിരിക്കുക. ഒപ്പേക്ക് 2 വരുന്നത് എവിടെയാണ്? മെയ്സിലാണെന്നും ഓർത്തിരിക്കുക. അപ്പം ഇപ്പം ഇങ്ങനെ ഓർത്തിരിക്കുക, നമ്മുടെ മെയിനായിട്ട് 3 സെറിയൽസ്, റൈസ്, വീറ്റ്, മെയ്സ്. റൈസിനാണെങ്കിൽ DG പൂജനായിരിക്കും ജീനായിട്ട് വരിക. വീറ്റിൻ്റെ കേസ് നോറിൻ 10 വീറ്റാണെന്ന് ഓർത്തിരിക്കുക. ഒപ്പേക്ക് 2 വരുന്നത് മെയ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു റൈസിന്. കാരണം നിങ്ങളെല്ലാവരും POP പഠിച്ചവരാണ്. ചുമ്മാ ഒന്ന് റീഫ്രഷ്മെൻറ്റിനാണ് നമ്മൾ ഒരു ടെസ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു തുടങ്ങുക. ഒരു 5 ടൈംസ് എങ്കിലും POP വായിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് ചെല്ലുക. അതുപോലെ നീമിരാജ് സുനിയുടെ പുസ്തകം കൂടെ വായിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ POPയിലെ റൈസ് എന്ന പാർട്ടിൻ്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഒരു ചെറുതായ രീതിയിൽ, ഒരുപാട് പറയാനാണെങ്കിൽ POPയിലെ ഈച്ച് പോയിന്റിൽ നമുക്ക് ഈച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. ആ കൈപ്പാട് റീജിയൻസും കുട്ടനാട് റീജിയൻസും ഒക്കെ, വൈറ്റില വെറൈറ്റീസ് അതൊക്കെ മസ്റ്റായിട്ട്, മാങ്കോബ് വെറൈറ്റീസ് അതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ നമ്മുടെ സീഡ് റേറ്റ്, റൈസിൻ്റെ സീഡ് റേറ്റ് മറക്കാതിരിക്കുക. 3 എണ്ണം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ബ്രോഡ്കാസ്റ്റിംഗ്, ഡ്രിബ്ലിങ്, അതുപോലെ തന്നെ ഏതാണ്, ട്രാൻസ്പ്ലാന്റിങ്. ഈ 3 എണ്ണം ഓർത്തിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏണസ്റ്റ് അക്കാഡമിയിൽ അഗ്രികൾച്ചർ ഗ്രേഡ് 2ൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക്